ഇന്നത്തെ അപ്ഡേറ്റ് സീരീസിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ വരെ കിട്ടിയിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ബോക്സ് ഓഫീസിൽ തൂക്കുമായിട്ട് പോവുകയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ. ഓൾമോസ്റ്റ് $1 ബില്യൺ ഓപ്പണിംഗ് വീക്കിൽ തന്നെ. കറക്റ്റായിട്ട് പറയാനാണെങ്കിൽ $927 മില്യൺ. തടയാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ രാവിലെ 8:30 ഷോയിൽ രണ്ടാമതും പോയി കണ്ടു ഈ പടം. ഈ സ്പൈഡർമാൻ പടം എനിക്ക് വളരെയധികം പേഴ്സണലായിട്ട് ഫീൽ ചെയ്തു. അത് പല കാരണങ്ങളുണ്ടായിരുന്നു. അത് എടുത്ത് പറയാനാണെങ്കിൽ ഞാൻ സ്പോയിൽ എന്ത് സ്പോയിൽ ചെയ്യാനല്ലേ? നിങ്ങൾ സ്പൈഡർമാൻ്റെ ടീസേഴ്സും ട്രെയിലേഴ്സും TV സ്പോട്സും വല്ലതും കണ്ടായിരുന്നോ? മുഴുവൻ സിനിമ, ലിറ്ററലി ഫുൾ സിനിമയിലെ മേജർ സീക്വൻസ് എല്ലാം അവന്മാർ സ്നിപ്പച്ചായിട്ട് കട്ട് ചെയ്തിട്ട് പ്രൊമോഷനായിട്ട് ഇട്ടേക്കുന്നു. ഞാൻ ആദ്യം ഇറങ്ങിയ ട്രെയിലർ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, മറ്റേ ആ ഡ്യൂണിൻ്റെ ഒപ്പം ഇറങ്ങിയത്. അതല്ലാതെ വേറെ ഒരു സാധനവും ഒരു പ്രൊമോഷൻ മെറ്റീരിയലും ഞാൻ കാണാൻ പോയിട്ടില്ല. അതുകൊണ്ട് തിയേറ്ററിൽ പല സാധനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഇവന്മാർ ഈ പ്രൊമോഷന് വേണ്ടി ഇട്ട് ഈ സാമാനങ്ങളൊക്കെ കണ്ടിട്ട് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും തോന്നാൻ പോകുന്നില്ല. ആകെ ഇവന്മാർ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സാഡിസിങ്ങിൻ്റെ ക്യാരക്ടർ ആരാണ്, അവരുടെ പേരെന്താണെന്ന് മാത്രമാണ്. അത് പിന്നെ ഉലകമകാ പെരിയ സീക്രട്ട് ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. സിനിമയിലെ മേജർ ഹൈ പോയിന്റ്സ് എല്ലാം ഇവന്മാർ പ്രൊമോഷൻ മെറ്റീരിയലിന് വേണ്ടി കട്ട് ചെയ്തിട്ടേക്കുക. ഇത് ഹോളിവുഡിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല. അവന്മാർക്ക് പണ്ട് തൊട്ടേ ഈ സൂക്കേടുണ്ട്. ഞാൻ ഈ ഒരു കാര്യം റിയലൈസ് ചെയ്ത അന്ന് തൊട്ട് തന്നെ ഞാൻ ഒറ്റ ട്രെയിലറെ കാണാറുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇവന്മാർ റിലീസ് ചെയ്യുന്ന ഓരോ പ്രൊമോഷൻ മെറ്റീരിയൽസും ഇറ്റ് ഡസൻറ്റ് മേക്ക് ഇൻ എ സെൻസ്. ഇത് പറയാനാണെങ്കിൽ ഇതൊരു ഹോൾ അനദർ ഡിസ്കഷനാണ്. നമുക്ക് വേറെ ദിവസം ആവാം. എന്തായാലും അപ്ഡേറ്റ്സിലൂടെ വരുന്ന സമയത്ത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ അത്രയും സൂപ്പർ ഹീറോസ് ഉണ്ടായിരുന്ന ആ സിനിമയുടെ കളക്ഷൻ്റെ തൊട്ട് താഴെയായിട്ടാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഓപ്പണിംഗ് കളക്ഷൻ വന്നേക്കുന്നത്. ഇതൊക്കെ നമ്മുടെ സ്പൈഡിയുടെ മറ്റേ സ്മോൾ പൊട്ടേറ്റോ സ്റ്റഫ്. പിന്നെ ട്രെയിലറിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് വേറൊരു ട്രെയിലറും ഇതേപോലെ തന്നെ ഫുൾ സിനിമയും കാണിച്ചൊരു ട്രെയിലർ ഉണ്ടായിരുന്നു. പക്ഷേ അത് വലിയ കല്ലിടിയായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം അതൊരു സിനിമയെ പറ്റിയുള്ള വേറൊരു സിനിമയാണ്. അതായത് സിൽവസ്റ്റർ സ്റ്റലോണിൻ്റെ റോക്കി പടം നിങ്ങളിൽ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ആ പടം എങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ ഒറിജിൻ എങ്ങനെയാണ്, നമ്മുടെ സിൽവസ്റ്റർ സ്റ്റലോൺ ആ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെയാണ് എഴുതിയത്, അതിനെ എങ്ങനെയാണ് പിച്ച് ചെയ്തത്, അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു സ്റ്റാറായിട്ട് മാറിയത് എന്നൊക്കെ കാണിക്കുന്ന ഒരു പടമാണ്. യങ് റോക്കിയായിട്ട് കാസ്റ്റ് ചെയ്ത ആ മനുഷ്യൻ എൻ്റെ മോനെ കിടിലം. I play Rocky. സത്യമായിട്ട് ഇങ്ങനൊരു പടം ഉണ്ടായിരുന്ന കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ റാൻഡം ആയിട്ടാണ് ഈ ട്രെയിലർ കാണുന്നത്. ഇത് റിലീസായ ഉറപ്പാണ് ഞാൻ പോയിരിക്കും. കാരണം എനിക്ക് റോക്കി എന്ന് പറഞ്ഞ പടം ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു കിടുക്കം പടമാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ. ദെൻ കോമിക്കോൺ ഈവന്റിനകത്ത് മാർവൽ 2 പ്രധാനപ്പെട്ട കാസ്റ്റിംഗ് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, പുതിയ ബ്ലാക്ക് പാന്തറായിട്ട് ഡേവിഡ് ജോൺസണും. 2, പുതിയ ഗോസ്റ്റ് റൈഡറായിട്ട് റയൻ ഗോസ്ലിംഗും. ബ്ലാക്ക് പാന്തർ കാസ്റ്റിംഗ് ഈസ് ഇൻക്രെഡിബിൾ. കാരണം ഡേവിഡ് ജോൺസൺ ഈസ് എ കിഡിലൻ ആക്ടർ. പുള്ളിയുടെ റേഞ്ച് മനസ്സിലാവണമെങ്കിൽ ദി ലോങ് വാക്ക് എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അതൊന്ന് കണ്ടുവെക്കാൻ മതി. ഏലിയൻ പടം ഉണ്ടല്ലോ റീസെന്റ് ആയിട്ട് വന്ന ഏലിയൻ റൊമലസ്, അതിനകത്തും പുള്ളി ഒരു കിടിലൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്ലാക്ക് പാന്തർ ടിച്ചാലയുടെ മകനായിട്ടായിരിക്കും ഇങ്ങേര് വരാൻ വേണ്ടി പോകുന്നത്. റയൻ കൂഗ്ലറാണ് ഡയറക്ടർ. പടം 2028 സ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാസ്റ്റിംഗിലൂടെ മാർവലിന്റെ ടൈം ലൈനിൽ തന്നെ ഒരു മാസീവ് ടൈം ജമ്പ് എന്തായാലും സംഭവിക്കും. കാരണം ഈ ആക്ടറിന് തന്നെ 10-32 വയസ്സായി ആൾറെഡി. മിനിമം ഒരു 20-22 വർഷമെങ്കിലും ടൈം ജമ്പ് വേണം, അല്ലെങ്കിൽ ഒരു മിനിമം 18 വേണം. അത് ഡൂംസ്ഡേ കഴിഞ്ഞ് സീക്രട്ട് വാർസിന്റെ ഇടയിലോട്ട് എങ്ങനെ കയറും എന്നതാണ് ചോദ്യം. അതെന്തേലും ആവട്ടെ, അവരെന്തേലൊക്കെ വെച്ച് മാനേജ് ചെയ്തോളും. ഈ ഗോസ്റ്റ് റൈഡറിന്റെ കാസ്റ്റിംഗിലോട്ട് വരുന്ന സമയത്താണ് എനിക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. റയൻ ഗോസ്ലിങ്ങിനെ കേജ് ചെയ്ത ലെവലിലൊക്കെ ഒരു ഗോസ്റ്റ് റൈഡറായിട്ട് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഇമാജിനേഷൻ്റെ കഴിവില്ലായ്മ ആയിരിക്കാം, അറിഞ്ഞൂടാ. നിങ്ങൾ പറ, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത്? ദെൻ മോബ്ലാൻഡ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. കിഡിലൻ സീരീസാണ്. സീസൺ 1 ആൾറെഡി വന്നിട്ടുണ്ട്. സീസൺ 2 അപ്പോൾ വരും. അതിൻ്റെ സീസൺ 3 ടോം ഹാർഡി ഉണ്ടാവില്ല. ടോം ഹാർഡിയാണ് മെയിൻ ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുള്ളി അതിൻ്റെ പ്രൊഡ്യൂസേഴ്സോ റൈറ്റേഴ്സോ ഒക്കെ ആയിട്ട് ഒരു ക്രിയേറ്റീവ് ഇഷ്യൂസ് കാരണം അതിൽ നിന്ന് പിന്മാറാണ് എന്ന രീതിയിൽ ഇൻഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇടയിലുണ്ടായിരുന്ന പ്രശ്നമെല്ലാം സോർട്ട് ചെയ്ത് പുള്ളി സീസൺ 3 റിട്ടേൺ ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. ടോം ഹാർഡിയുടെ ക്യാരക്ടർ ഇല്ലാതെ മോബ്ലാൻഡ് മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും കിട്ടിലൻ ക്യാരക്ടറായിരുന്നു പുള്ളിയുടെ. സോ ഐ എം സൂപ്പർ ഹാപ്പി ദാറ്റ് ഹീ ഈസ് ബാക്ക്. അതുകൊണ്ട് സീസൺ 2ഉം 3ലും നമുക്ക് ടോം ഹാർഡി പ്രതീക്ഷിക്കാം. ആൻഡ് ഓഫ് കോഴ്സ് മോബ്ലാൻഡ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. കിഡിലൻ സീരീസാണ്. 2 ഗാങ്സ്റ്റർ ഫാമിലീസിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു കിഡിലൻ സ്റ്റോറിയാണ്. തീർച്ചയായിട്ടും കാണുക. A24ന്റെ ബാക്ക് റൂംസിൻ്റെ കിഡിലൻ സക്സസിന് ശേഷം ഈ ഇന്റർനെറ്റിലുള്ള പല ഏർബൻ സ്റ്റോറീസ് എല്ലാം ഒരു സിനിമയാവുന്നത് ഒരു ട്രെൻഡായിട്ട് ഇപ്പോൾ മാറുന്നുണ്ട്. ഈ ഇന്റർനെറ്റ് ഏർബൻസ് എന്ന് പറയുന്ന സമയത്ത് കുറേ വിയേർഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഒക്കെ പല ഫോറം സൈറ്റുകൾ നമുക്ക് കിട്ടും. അതൊരു ഇൻഡിവിജ്വൽ ക്രിയേഷൻ ആവാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആയിട്ട് കുറേ പേര് ആ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യുന്നതാവാം. അങ്ങനെ പല സ്റ്റോറീസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. ആ കൂട്ടത്തിലേക്ക് സൈറൻ ഹെഡിന്റെ ആ ഒരു സ്റ്റോറി ഇപ്പോൾ സിനിമയാവുന്നുണ്ട്. ഒഫീഷ്യലി കൺഫേം ആയതാണ് ഈ ഒരു സിനിമ വരുന്നുണ്ട്, സൈറൻ ഹെഡിന്റെ സിനിമ. ദെൻ മണ്ടേല കാറ്റലോഗിന്റെ സിനിമ വരുന്നുണ്ട്. SCPയുടെ സിനിമ, അതേപോലെ തന്നെ കാർട്ടൂൺ കാറ്റിന്റെ സിനിമയും വരുന്നുണ്ടെന്നും പറയുന്നു. ഇതെല്ലാം ഓരോ ഇൻഡിവിജ്വൽ ഇന്റർനെറ്റ് സ്റ്റോറീസ് ആണ്. ഒന്നും തമ്മിൽ വലിയ കണക്ഷൻ ഒന്നുമില്ല. സ്വാഭാവികമാണ്. കാരണം ഒരെണ്ണം വർക്ക് ആയി കഴിഞ്ഞാൽ അതിന്റെ വാലെ പിടിച്ച് വേറെയും സിനിമകൾ വരും. അങ്ങനെ കൂട്ടത്തിൽ ആ ഒരു ട്രെൻഡിലേക്കാണ് ഇതും വന്നേക്കുന്നത്. എന്താകും എങ്ങനെയാവും എന്നൊക്കെ കണ്ടു തന്നെ കാരണം ഇതിൽ പലതും ചിലപ്പോൾ വരത്തുപോലില്ല, സ്ക്രാപ്പ് ആവാനും സാധ്യതയുണ്ട്. ദെൻ ആൽവിൻ ആൻഡ് ചിപ്മങ്ക് സിനിമ
സിനിമകൾ നിങ്ങളിൽ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ഞാനൊക്കെ ആ പടം മൂവീസ് നോവിനകത്ത് എത്ര വട്ടം കണ്ടെന്ന് എനിക്ക് പോലും വലിയ ഐഡിയ ഇല്ല. കാരണം അത്രയും വട്ടം അവന്മാർ ആ സിനിമ അതിനകത്ത് ഇടും. ഓഫ് കോഴ്സ് നല്ല പടങ്ങളും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ ചിപ്മങ്സിൻ്റെ സ്റ്റോറി ഭയങ്കര രസം. എനിക്ക് ഞാൻ ഇങ്ങനെ കണ്ടിരിക്കും ചുമ്മാ ഇരിക്കുമ്പോൾ. സോ പുതിയൊരു ആൽവിൻ ആൻഡ് ദ ചിപ്മങ്സ് സിനിമ പ്രൊഡക്ഷനിലാണെന്നുള്ളൊരു കാര്യം കൺഫേം ആക്കിയിട്ടുണ്ട്. പടം നിലവിൽ 2028 സ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനി മാറോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ദെൻ അവഞ്ചേഴ്സിലോട്ട് വരുന്ന സമയത്ത് ഡൂംസ്ഡേയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. സ്പൈഡർമാൻ കാണാൻ പോയപ്പോൾ തിയേറ്ററിൽ ഇട്ടപ്പോഴാണ് ഞാൻ കണ്ടത്. അതിൽ മുറ്റു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തെലുങ്ക് ഡബ് ആവും മരിട്ട് തന്നെ. ഞാനിപ്പോൾ നിലവിൽ ആന്ധ്രയിലാണല്ലോ. ഇവിടെ ഏത് സിനിമയാണെങ്കിലും അത് തെലുങ്കിലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. സ്പൈഡർമാനൊക്കെ ഇവിടെ ഇംഗ്ലീഷിൽ ലിസ്റ്റ് ചെയ്ത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, ഓടി പടച്ചു പോയി കണ്ടതാ. അപ്പോൾ ഉണ്ടോ ഡൂംസ്ഡേയുടെ ട്രെയിലർ അങ്ങ് തെലുങ്ക് തണ്ടിച്ചേക്കുന്നു. പാണ്ടാരം. ഇംഗ്ലീഷ് പടത്തിന് വന്നവർക്ക് ഇംഗ്ലീഷ് ട്രെയിലർ ഇട്ടവന്മാർക്ക് എന്നെ മുത്തുപൊഴിയൂ. എന്നിട്ട് ഇപ്പം എന്നെ ചെയ്യാൻ പറ്റും, വീട്ടിൽ വന്നിരുന്നിട്ട് ഇംഗ്ലീഷിലും കണ്ടു. ഇന്ന് രാവിലെ രണ്ടാമതും പോയി എന്ന് പറഞ്ഞില്ലേ, വീണ്ടും കണ്ടു തെലുങ്കിൽ ഞാൻ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സോ എനിവേസ് ഈ ഡൂംസ്ഡേയുടെ ഈ ഒരു ഡ്യൂറേഷൻ ഏതാണ്ട് ഒരു 2.25 മണിക്കൂർ വരുമെന്നാണ് ഇപ്പോൾ കൺഫേം ചെയ്തേക്കുന്നത്. അതുമല്ല ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഇതിൻ്റെ ബഡ്ജറ്റാണ്. അതായത് ഏതാണ്ട് $700 മില്യൺ ആണ് ബഡ്ജറ്റ് വരുന്നത്. അതിൽ ഏതാണ്ട് 400 മില്യൺ പ്രൊഡക്ഷനിലും 300 മില്യൺ മാർക്കറ്റിംഗിലും പോവാണ്. ഇത് റിക്കവർ ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം ഒരു $2 ബില്യൺ ഒക്കെ ഒരു ബ്രേക്ക് ഈവൻ അടിക്കാൻ തന്നെ മിനിമം വേണം. എനിക്കറിയില്ല, മാർവലും ഡിസ്നി എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഗാമ്പിൾ ഈ ഒരു സിനിമ ആവാൻ നല്ല സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ബാറ്റ്മാൻ പാർട്ട് 2 ഒരു ചെറിയൊരു ഗ്ലിംസ്, ഒരു ഫസ്റ്റ് ലുക്ക് പോലൊരു സാധനം നമുക്ക് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. റോബർട്ട് പാറ്റിൻസൺ ബാറ്റ്മാൻ്റെ ഒരു ചെറിയൊരു ക്യാമറ ഫുട്ടേജിന് ചെറിയൊരു സീക്വൻസ് ആണ് അവന്മാർ റിലീസ് ചെയ്തേക്കുന്നത്. അത് തന്നെ ഒരു കിടിലം ഫീൽ തന്നിട്ടുണ്ടായിരുന്നു ഉള്ളത് പറഞ്ഞാൽ. സോ ആ ഒരു പടം 2027 നിന്നും 28 പുഷ് ചെയ്തേക്കാണ്. 28 ഫെബ്രുവരിയിലേക്കാണ് ഇപ്പോൾ സ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പിന്നെ മാർച്ചിലോട്ട് ഇട്ടൂടെ? മാർച്ച് 4-5 കണ്ടായിരുന്നു അന്ന് വന്നിട്ടുണ്ടായിരുന്നു, 6 കൊല്ലം മുമ്പ്. ദി ബാറ്റ്മാൻ എന്ന് പറഞ്ഞ മാറ്റ് റീവ്സിൻ്റെ ആ ഒരു കിടിലം പടം. ഒരു ഉപകാരമുണ്ട്, ഇങ്ങനെയുള്ള ഓരോ സിനിമ ഉള്ളതുകൊണ്ടാണ് 5-6 കൊല്ലമൊക്കെയാണ് പോയേക്കുന്നതെന്നുള്ളൊരു കാര്യം റിയലൈസ് ചെയ്യുന്നത്. ഞാനൊക്കെ കോവിഡ് കഴിഞ്ഞ് സ്റ്റക്കാണ്. കാരണം അതിന് കഴിഞ്ഞിട്ട് കാലം പോയതൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. എന്തിനേറെ പറയണം, 2026 കഴിഞ്ഞത് 6-7 മാസം പോയി. ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ അതെങ്ങനെ പോയെന്ന്. അതൊക്കെ ആലോചിച്ച തലയ്ക്ക് പ്രാന്ത് പിടിക്കും. അതുകൊണ്ട് വേണ്ട, വിട്ടേക്കാം. നിങ്ങൾ കുറച്ച് പേർക്ക് ഓർമ്മയുണ്ടാവും ഫ്രൈഡേ 13th മറ്റേ പഴയ OG സ്ലാഷർ പടങ്ങൾ. അതിനെ ബേസ് ചെയ്ത് അതിൻ്റെ ഒരു പ്രീക്വൽ സീരീസ് ഇപ്പോൾ വരുന്നുണ്ട്. നമ്മുടെ ആ ഒരു OG കില്ലറിൻ്റെ ഒറിജിൻ സ്റ്റോറിയാണ് ഇതിൽ മെയിനായിട്ട് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഒരു ഇൻ ആൻഡ് ഔട്ട് സ്ലാഷർ ആയിരിക്കത്തില്ല, പകരം കുറച്ച് ഡാർക്ക് കോമഡിയും ഹൊററും ഡ്രാമയൊക്കെ ചേരുന്ന ഒരു സീരീസാണ്. ഒരു A24 സീരീസാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു ഒറ്റ സീസണിൽ ഒതുക്കാതെ 2-3 എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ ബേബി ജേസൺ ടു ഒരു അഡൽട്ട് ജേസൺ ആ ഒരു കമ്മിങ് ഓഫ് ഏജ് കാണിച്ചാൽ പൊളിക്കും. ആൻഡ് ഓഫ് കോഴ്സ് മീറ്റ് ഉണ്ടാവണം, സ്റ്റഫ് ഉണ്ടാവണം, എന്നാലേ വലിയ കാര്യം ഉണ്ടാവുള്ളൂ. ഈ ലാസ്റ്റൊക്കെ വന്ന ഫ്രൈഡേ 13th ഒന്നും എന്താ സംഭവം എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. പിന്നെ നിങ്ങൾ അറിഞ്ഞു കാണും, വൺ ഓഫ് ദി ബെസ്റ്റ് സോൾസ് ലൈക്ക് വീഡിയോ ഗെയിം ആയിട്ടുള്ള എൽഡൻ റിങ്ങിൻ്റെ ഒരു അഡാപ്റ്റേഷൻ വരുന്നുണ്ടായിരുന്നു. അത് ഡയറക്റ്റ് ചെയ്യുന്ന വേറെ ആരുമല്ല, അലക്സ് ഗാർലാൻഡ് ആണ്. റീസെൻ്റ് ആയിട്ട് 28 years ലേറ്ററും ബോൺ ടെമ്പിളും അതേപോലെ തന്നെ സിവിൽ വാർഫെയർ ഒക്കെ എടുത്തത് ഇങ്ങനെയാണ്. ഇയാൾക്കും ലൂക്ക ഗുഡാഗ്നയ്ക്കും അതേപോലെ തന്നെ നമ്മുടെ ഗൈറിച്ചിക്കൊക്കെ എവിടെ നിന്ന് എത്ര സമയം എനിക്കത് അറിയുന്നില്ല. സോ എനിവേസ് അലക്സ് ഗാർലാൻഡ് എൽഡൻ റിങ്ങിൻ്റെ ആ ഒരു ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തു എന്നൊരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. എൽഡൻ റിങ് ഞാൻ മൊത്തം ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, എങ്കിൽ പോലും അതിൻ്റെ ലോർ അത്യാവശ്യം ഭയങ്കര വലുതാണ്. ഒരു 2-3 മണിക്കൂർ വരുന്ന ഒരു സിനിമയിൽ എങ്ങനെ അത് ഒതുക്കും? അതോ മേ ബി ഒരു പെർട്ടിക്കുലർ സ്റ്റോറി ലൈൻ മാത്രം ഫോക്കസ് ചെയ്ത് അത് മാത്രം കാണിക്കാനാണോ? എനിക്ക് അറിയുന്നില്ല, എനിക്ക് എൻ്റെ മൈൻഡിലൊന്നുമില്ല. എനിവേസ് പടം 2028 മാർച്ച് 3 റിലീസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മുടെ ക്രിസ് ഹെംസ്വർത്തിന്റെ ആക്ഷൻ സീരീസ് ആണ് എക്സ്ട്രാക്ഷൻ 3 ഇപ്പോൾ പ്രൊഡക്ഷനിലാണ്. ഈ പടത്തിൽ ക്രിസിന്റെ കൂടെ ഇഡ്രിസ് എൽബയും ജോയിൻ ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി ആസ്ഗാർഡിന്റെ തോറും അതേപോലെ തന്നെ ഹെയിംഡാലും ഒറ്റ സിനിമയിൽ ഇത് വീണ്ടും ഒരുമിക്കുന്നു. പടം ജൂലൈയിൽ തുടങ്ങി ഒക്ടോബറിൽ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്ത് 2027 പടം സ്ലേറ്റ് ചെയ്തേക്കുന്നത്. ഓഫ് കോഴ്സ് നെറ്റ്ഫ്ലിക്സിലായിരിക്കും. മേ ബി കുറച്ച് തിയേറ്ററിൽ കിട്ടിയാൽ കിട്ടി, എന്തായാലും ഇന്ത്യയിൽ ഉണ്ടാവില്ല, പേടിക്കണ്ട. ദെൻ റോബർട്ട് പാറ്റിൻസന്റെ അടുത്ത് റിലീസ് ആയിരിക്കുന്ന ഒരു മേജർ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു A24 ചിത്രമാണ്. പ്രൈം ടൈം എന്നാണ് പടത്തിന്റെ പേര്. ഇതിനകത്ത് റോബർട്ട് പാറ്റിൻസൺ ഒരു ജേർണലിസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ക്രിസ് ഹാൻസൺ എന്ന് പറയുന്ന ശരിക്കുള്ള ഒരു ജേർണലിസ്റ്റ് ആയിട്ട് തന്നെ. പുള്ളിയുടെ 2006 എയർ ചെയ്ത ഒരു ടു ക്യാച്ച് എ പ്രൊഡക്ടർ എന്ന് പറയുന്ന ഒരു ഷോയിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പടം. ബേസിക്കലി പെഡോഫൈൽസിനെ ഹണ്ട് ചെയ്യുന്ന ഒരു ക്രൈം ജേർണലിസ്റ്റിന്റെ ഒരു സ്റ്റോറി. വെനീസ് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ അത്യാവശ്യം ക്രിട്ടിക്കലി അക്ലെയിം ചെയ്യപ്പെട്ട ഈ ഒരു പടം സെപ്റ്റംബറിൽ റിലീസ് ചെയ്യുന്നുണ്ടാവും. റോബർട്ട് പാറ്റിൻസന്റെ 2026 ലൈനപ്പ് നിങ്ങൾ കേട്ടായിരുന്നു. ദി ഡ്രാമ, ദി ഒഡീസി, പ്രൈം ടൈം, ഡ്യൂൺ പാർട്ട് 3. ഇത് പോരാത്തതിന് ഇപ്പോൾ ബാറ്റ്മാൻ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. ബ്രോ ഈസ് ലിറ്ററലി ഓൺ എ ജനറേഷണൽ റൺ. അതാണ് സംഭവം. ഇതിന് കഴിഞ്ഞ വർഷം വന്നൊരു കിഡിലൻ ഹൊറർ പടം ആയിരുന്നു വെപ്പൺസ് എന്ന് പറഞ്ഞിട്ട്. അതിലെല്ലാവരും ക്രീപ്പോട്ട് ചെയ്തൊരു മൂഷാട്ട തള്ളയുണ്ട് ഗ്ലാഡിസ് എന്ന് പറഞ്ഞിട്ട്. അവരെ ബേസ് ചെയ്ത് അവരുടെ ഒറിജിൻ സ്റ്റോറി ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രീക്വൽ പ്രോജക്റ്റ് ഇപ്പോൾ ഡെവലപ്മെന്റിലാണ്. ടൈറ്റിൽ ഇപ്പോൾ നിലവിൽ ഗ്ലാഡിസ് എന്ന് തന്നെയാണ് ഇട്ടേക്കുന്നത്. അതിന് മാറുമെന്ന് അറിയത്തില്ല. വെപ്പൺസിന്റെ ക്രിയേറ്റർ തന്നെയാണ് ഈ പടം ഹാൻഡിൽ ചെയ്യുന്നത്. എപ്പോഴാണ് റിലീസ് എന്നൊന്നും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഏർലി സ്റ്റേജിലാണ്, പക്ഷേ സംഭവം എല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട് എന്ന് സാക്ക്
മക്രഗർ ചെറുതായിട്ട് ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിയാണ് അതിൻ്റെ ക്രിയേറ്റർ. പുള്ളി പറയാൻ ക്രേസി പരിപാടിയാണ്, സംഭവം കിടിലമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ പുതുതായിട്ട് വരാൻ വേണ്ടി പോകുന്ന ഒരു ഐറിഷ് ഇൻഡി ചിത്രമാണ് ലെമണേഡ് എന്ന് പറഞ്ഞൊരു ചിത്രം. അതിൽ നമ്മുടെ ബാരി കീഗണൊക്കെയാണ് മെയിൻ ക്യാരക്ടറായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഒരു ഫീൽ ഗുഡ് പരിപാടിയാണെന്ന് തോന്നുന്നു. സോ ആ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാം. ഈ വർഷത്തിലെ ഏറ്റവും ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് സൗത്ത് കൊറിയൻ ചിത്രമാണ് ഹോപ്പ് എന്ന് പറഞ്ഞ പടം. കഴിഞ്ഞ മാസം 15-ന് കൊറിയയിൽ റിലീസ് ചെയ്ത ഈ ഒരു പടം സെപ്റ്റംബറിലായിരിക്കും US-ലൊക്കെ റിലീസ് ചെയ്യുക. ബട്ട് സോ ഫാർ ഇന്ത്യയിൽ എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത് എന്നൊരു കാര്യം നമുക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. ട്രെയിലേഴ്സും പോസ്റ്റേഴ്സും എല്ലാം കിടിലമാണ്. പടവും അതുപോലെ ആയാൽ മതിയായിരുന്നു. അല്ലാതെ കോളനിയൊക്കെ പോലെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. ട്രെയിൻ ടു ബുസാൻ എന്ന് പറഞ്ഞ ആ ഒരു പടത്തിൻ്റെ ഡയറക്ടറിൻ്റെ മറ്റൊരു സോംബി ചിത്രമാണ് ഈ ഒരു കോളനി. ഭയങ്കര ഹൈപ്പിൽ വന്ന ഈ ഒരു പടം എനിക്ക് തീരെ വർക്കായില്ല. ആ ഒരു അവസ്ഥ ഹോപ്പിന് ഉണ്ടാവരുത് എന്ന് മാത്രമാണ് എൻ്റെ ഹോപ്പ്. പിന്നെ നമ്മുടെ ബാർബിയുടെ സീക്വൽ ആയിട്ടുള്ള ബാർബി 2 വരാൻ വേണ്ടി പോകാന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാണോ എന്തോ എനിക്കറിയാൻ പാടില്ല. നാർണിയ കഴിഞ്ഞ് ഇപ്പോഴത്തെ ഗ്രെറ്റ ഗേർവിഗ് അടുത്തായിട്ട് ബാർബി 2 എഴുതാൻ വേണ്ടി പോകാന്ന് പറയണു. മാർഗോട്ട് റോബിയും അതേപോലെ തന്നെ റയൻ ഗോസ്ലിംഗും തിരിച്ചു വരാനുള്ള നല്ല സാധ്യതയുണ്ട്. ഡിസംബറിൻ്റെ ഉള്ളിൽ WB സൈഡിൽ നിന്ന് ഒരു ഓഫർ വന്നില്ലെങ്കിൽ മാറ്റിൽ, അതായത് ആ ഒരു ബാർബി ഡോളിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഹൗസ്, അവരുടെ കയ്യിലാണല്ലോ IP, അവർ ബാർബി റീബൂട്ട് നിങ്ങളില്ലാതെ ഞങ്ങൾ ചെയ്യും എന്നാണ് അവർ പറയുന്നത്. ദെൻ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഡാനിയൽ കലൂയ തിരിച്ചു വരുവാണ്. 2021 പുള്ളിക്ക് കിട്ടിയ ഓസ്കാറിന് ശേഷം പുള്ളി ആകെ നോപ്പ് എന്ന് പറഞ്ഞ ആ ഒറ്റ പടം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇയാൾ എവിടെയായിരുന്നു, എന്തോ ഒന്നും ചെയ്യാത്ത ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് മിസ്റ്റി ഗ്രീൻ എന്ന ടൈറ്റിലിരിക്കുന്ന ഒരു A24 ചിത്രം ഒക്ടോബർ 9-ന് റിലീസാവുന്നത്. കൂടാതെ ഇതേ A24ൻ്റെ കൂടെ ഹോട്ടൽ 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 എന്ന് പറഞ്ഞിട്ട് വേറൊരു സൈക്കോളജിക്കൽ സൈഫൈ പടവും വരുന്നുണ്ട്. പിന്നെ പുള്ളിക്ക് ഓസ്കാർ വാങ്ങിക്കൊടുത്ത ജൂഡസ് ആൻഡ് ദി ബ്ലാക്ക് മിഷയ എന്ന് പറഞ്ഞ ആ ഒരു പടത്തിൻ്റെ ക്രിയേറ്ററിൻ്റെ കൂടെ ദി പാർലെ എന്ന് പറഞ്ഞ വേറൊരു പടവും. പിന്നെ സോണിക്ക് വേണ്ടി സ്പൈഡർ പങ്കിൻ്റെ ആ ഒരു പ്രോജക്റ്റും പുള്ളി ചെയ്യുന്നുണ്ട്. അത് കോറേറ്റ് ചെയ്യുന്നതും പുള്ളിയായിരിക്കും. പക്ഷെ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. സോ എനിവേസ് ഇൻക്രെഡിബിൾ ആക്ടറാണ്. എന്തായാലും വനവാസം കഴിഞ്ഞ് ഇപ്പോഴാണ് പുള്ളി തിരിച്ചു വരുന്നത്. വരുന്ന സിനിമയെല്ലാം അത്യാവശ്യം നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കാം. പിന്നെ കുറേ എണ്ണത്തിൻ്റെ ട്രെയിലേഴ്സും ടീസേഴ്സും വന്നിട്ടുണ്ട്. റിഡ്ലി സ്കോട്ടിൻ്റെ ദി ഡോഗ് സ്റ്റാർസ്, റീച്ചറിൻ്റെ സീസൺ 4ൻ്റെ ട്രെയിലർ, അതേ റീച്ചറിൻ്റെ സ്പിൻ ഓഫ് ആയിട്ടുള്ള നീഗ്ലിയുടെ ടീസർ, ഹേർഷി എന്ന് പറയുന്ന ബയോപിക് പടത്തിൻ്റെ, പിന്നെ നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ അപ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പടം വരുന്നുണ്ട്. DC-യുടെ ക്ലേ ഫേസിൻ്റെ വന്നിട്ടുണ്ട്. ദി റിങ്സ് ഓഫ് പവർ സീസൺ 3, പിന്നെ ഓഫ് കോഴ്സ് ദി എൻഡ് ഓഫ് ഓക്ക് സ്ട്രീറ്റ്, ബ്ലേഡ് റണ്ണർ 2099 സീരീസിൻ്റെ. അത് ബേസിക്കലി ഒരു ലിമിറ്റഡ് സീരീസ് ആയിരിക്കും. 8 എപ്പിസോഡ് വീതം ഉണ്ടാവും. നവംബർ 25-ന് ഫുൾ എപ്പിസോഡും വരും. എന്തായാലും സീസൺ 2 ഉണ്ടാവില്ല. ഓൺസ്ലോട്ടിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജേസൺ സ്റ്റാത്തത്തിൻ്റെ മ്യൂട്ടിനി, ചിൽഡ്രൻ ഓഫ് ബ്ലഡ് ആൻഡ് ബോൺ അതിൻ്റെ വന്നിട്ടുണ്ട്. ജുമാൻജി ഓപ്പൺ വേൾഡ് വന്നിട്ടുണ്ട്. ദി തോമസ് ക്രൗൺ അഫെയർ വന്നിട്ടുണ്ട്. വിക്കർ എന്ന് പറഞ്ഞിട്ട് അലക്സ് കാസ്ഗാർഡിൻ്റെ ഒരു സാധനം വന്നിട്ടുണ്ട്. പിന്നെ ഫോൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ സീക്വൽ ആയിട്ടുള്ള ഫോൾ ടു ഡെഡ് പോയിന്റിന് വന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് ടോം ക്രൂസിൻ്റെ ഡിഗർ അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഗോഡ്സില -0 അതൊരു ട്രെയിലർ എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു ടീസർ പോലെ. സോ അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനിതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.